ഓക്കെ ഓക്കെ. പാട്ടിന് കേൾക്കല്ലേ ചെയ്യല്ലേ? ആരൊക്കെയോ വന്ന് വരൂ 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 വരൂ. 8 മണിക്ക് ഞാൻ നല്ല ഒരു പോസ്റ്റ് ഇട്ടല്ലേ 8 മണിക്ക് വരുമെന്ന്. 8:02 8:04 8:04. വരൂ വരൂ വരൂ. ബൈജു മാങ്കോട് വന്നേക്കാണ്. ഷിബു ജാക്കബ് വന്നേക്കാണ്. താങ്ക് യു. വരൂ വരൂ. താങ്ക് യു ചേട്ടാ. ബൈജു മാങ്കോടെ സന്ധ്യ രാധാകൃഷ്ണൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സന്ധ്യ. ഗുഡ് മോർണിംഗ്. കുറച്ചൊരു പാട്ട്. എന്തുണ്ട് വിശേഷം? ദേ വിശേഷം എന്നാ പറയാൻ പോകുന്നത്. നല്ല വിശേഷം. റഷീദാണ് ചോദിച്ചത്. ഷിബു ജേക്കബ് ചോദിക്കുന്ന അസുഖമാണോ? എന്താണ് മിണ്ടായിരിക്കുന്നത്? മിണ്ട കുറച്ച് ആൾക്കാർ വരട്ടെ. ഷിബു നമുക്കുണ്ടോ? എന്താ മിണ്ടായിരിക്കുന്നത്? വരട്ടെ. കുറച്ചൊരു ആയുള്ളൂ. വരട്ടെ. ഗുഡ് മോർണിംഗ് ചിത്ര അനിൽ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിഥുൻ ദേവ. ഗുഡ് മോർണിംഗ്. ഹായ് തങ്കച്ചേട്ട. ചേട്ടാ. കേസ് വിമൽ മൺകാട്. താങ്ക് യു. ഓക്കെ. സന്ധ്യ രാധാകൃഷ്ണൻ ഒരു താങ്ക് യു പറഞ്ഞിരിക്കുന്നു. താങ്ക് യു. കുറച്ചൊരു വരുന്നേരം ഞാൻ മിണ്ടൂല. BGM ലാൽ. ഹായ് തങ്കു. ഹായ്. ശിവരാജൻ മൈത്ര. ഹായ് തങ്കച്ചേട്ട. ഹായ്. പെർലിൻഡിനു. ഹായ്. കുറേ നാളായി കണ്ടിട്ടല്ലേ. ഷിബു ജേക്കബ് ചോദിക്കുന്നു. ആൽബം റിലീസ് എന്നാന്ന്? വിരു മാങ്കോടെ ആൽബം റിലീസ് എന്താണത്? 4 6 മണിക്ക് റിലീസായില്ലേ? അതെല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നന്നായി പോകുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയാമല്ലോ. ഒരു നന്ദിയൊക്കെ പറയാമല്ലോ. ഇത് കട്ടിയിട്ട് സമയം കിട്ടുമ്പോൾ അത് കാണണം കേട്ടോ. ബിനു മാങ്കോടെ പുതിയ സോങ് സൂപ്പർ. ഗോപാലകൃഷ്ണൻ ജി. താങ്ക് യു. സന്തോഷം. നന്ദി. പുതിയ പാട്ട് വരുന്നുണ്ട് എന്ന് കേട്ടു. വിപിൻ എം ലാൽ. BGM ലാൽ. അയ്യോ ഇറങ്ങി 4-ാം തീയതി ആ പാട്ട് ഇറങ്ങി. 4-ാം തീയതി പാട്ട് ഇറങ്ങി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണണേ കേട്ടോ. ഏതായാലും ഒരു 2-3 മിനിറ്റ് എനിക്ക് വേണ്ടി കാണണം കേട്ടോ. അപ്പോൾ ഇനി അത് തങ്കച്ചൻ ന്യൂ സോങ് എന്നടിച്ചാലും 1 2 3 മ്യൂസിക് ഒറിജിനൽ എന്നടിച്ചിരുന്നാലും കിട്ടും. ഇങ്ങനെ കുറച്ച് ഏതിലാണ് ഇങ്ങനെ ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെ ഏതിലാണ് ഇറങ്ങിയത് എവിടെയാണെന്നൊക്കെ ഇന്നലെയൊക്കെ ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കിട്ടാത്ത എന്താണെന്ന്. 1 2 3 ഒറിജിനൽ എന്നടിച്ചാലും കിട്ടും. തങ്കച്ചൻ ന്യൂ സോങ് എന്നടിച്ചാലും കിട്ടും. അപ്പോൾ ഇങ്ങനൊരു പരാതി കൂടെ പറയുന്നുണ്ടാണ് ഞാൻ വന്നത്. എല്ലാവരും അങ്ങനെയാണല്ലോ ചോദിക്കുന്നത്. പാട്ട് വന്നോ? എന്നാണ് പാട്ട് വന്നെന്ന് കേട്ടു. അത് നിങ്ങളിലേക്ക് എത്താൻ വൈകുന്ന എന്താണെന്ന് നോക്കാം കേട്ടോ.
കാണാൻ പറ്റിയില്ല, തിരക്കിലായിപ്പോയി, കുഴപ്പമില്ല വിനു, കുഴപ്പമില്ല. സമയം കിട്ടുമ്പോൾ കണ്ടാൽ മതി. പക്ഷേ സമയം കിട്ടുമ്പോൾ ഒരു 3 മിനിറ്റ് അത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ സന്തോഷം. നല്ലൊരു ഞായറാഴ്ച. എണീറ്റ് കിടക്കുന്നവരുണ്ട്, കിടന്ന് കാണുന്നവരുണ്ട്, എണീറ്റ് ഒരു ബെഡ് കോഫിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കാണുന്നവരുണ്ട്. അപ്പോൾ നല്ലൊരു ഞായറാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു 8 മണിയാകുമ്പോൾ എല്ലാവരും കഴിക്കുകയും ഇന്നലത്തൊക്കെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഇന്ന് അവധി ദിവസമല്ലേ, അങ്ങനെ കിടക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ഒരു 8 മണിക്ക് വരാമെന്ന് വിചാരിച്ചത്. വളരെ സന്തോഷം. ആ ആൽബം കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. എല്ലാവരും കണ്ട് ഒരു എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇത് അല്ലേ സന്തോഷം. അപ്പോൾ അങ്ങനൊരു ജീവിതത്തിലൊരു നല്ലൊരു വർക്കിൻ്റെയൊക്കെ ഭാഗം ആവുകയും അത് നല്ല സക്സസ് ആയൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒരു നന്ദിയും നിങ്ങളുടെ അടുത്തൊന്ന് പറയാമെന്നും, പിന്നെ ഇത് കണ്ടിട്ടില്ലെന്നും അല്ലെങ്കിൽ കാണാൻ സാധിച്ചില്ലെന്നും എവിടെയെന്നും ഇനി എപ്പോഴാണെന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് ഇന്നത്തെ ദിവസം കൂടെ അതിൻ്റെ ഒരു സമയം കൂടെയാണ് കാണണം കേട്ടോ. ഇങ്ങനെ ഈ തങ്കച്ചൻ വിതിര ഒഫീഷ്യൽ ഒന്ന് അടിച്ചിരുന്നാലും, അല്ല തങ്കച്ചൻ വിതിര ന്യൂ സോങ് എന്ന് അടിച്ചാലും 1 2 3 ഒറിജിനൽ മ്യൂസിക് എന്നടിച്ചാലും ആൽബം കിട്ടും. ഹായ് ചേട്ടാ, സുഖമാണ്. ഷീന PP ചോദിക്കുന്നു, ഒരു പാട്ട് പാടുമോ എന്ന് ചോദിക്കുന്നു. പാട്ട് കേട്ട് സൂപ്പർ, സന്തോഷം. ഞാൻ ഇന്ന് കണ്ട് സൂപ്പർ. വിനോദ് മണപ്പള്ളി ആൽബം ഞാൻ കണ്ടു, സൂപ്പറെന്ന്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഇപ്പോൾ അതിൻ്റെ ക്രൂ വളരെ പ്രൊഫഷണലായിട്ടുണ്ട്. എല്ലാം പ്രൊഫഷണൽ ടീമുകളാണ് അതിൻ്റെ എല്ലാ ആൾക്കാരും. എല്ലാവരും സിനിമകൾ ചെയ്യുന്ന ആൾക്കാർ, എല്ലാവരും സിനിമ ചെയ്യുന്നവരും ഒക്കെയാണ് എല്ലാവരും. അപ്പോൾ അത് എമിലിൻ്റെ ഭാഗത്തു നിന്ന്, മ്യൂസിക്കിൻ്റെ ഓഡിയോയുടെ ഭാഗത്തു നിന്ന് നല്ല പക്കയായിട്ട് അതിൻ്റെ നീതി പുലർത്തി. അത് ആട്ടുകുട്ടിയുടെ ഒക്കെ എമിൽ മുഹമ്മദാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ബാംഗ്ലൂരാണ് പുള്ളി. അത്യാവശ്യം അവിടെ കന്നഡയും തെലുങ്ക് സിനിമയും തമിഴ് സിനിമയുടെയൊക്കെ വർക്കിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്കൊരു പാട്ട് ഇറക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സമയങ്ങളിൽ നിന്ന് കുറച്ച് സമയം കണ്ടെത്തി ചെയ്തതാണ്. അതുപോലെ തന്നെ മണികണ്ഠനാണ് മറിയമ്മ ആട്ടുകുട്ടി ആൽബത്തിൻ്റെ വിഷ്വൽ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, അല്ല ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മണിയും ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന, ഈ മാസത്തിൽ തന്നെ ഇറങ്ങാൻ പോകുന്ന കന്നഡ സിനിമയുടെ അതിൻ്റെ വർക്കിലാണ്. കന്നഡ തെലുങ്ക് സിനിമയുടെയൊക്കെ വർക്കിൻ്റെ ഇടയിലാണ്. അവരും ബാംഗ്ലൂരാണ്. അപ്പോൾ ഞാൻ ഈ വർക്കിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂർ ഒക്കെയാണ് കൂടുതലും ഇത് എല്ലാം ചെയ്തിരിക്കുന്നതല്ല. കാരണം എനിക്ക് അവരിവിടെ കിട്ടില്ല, എല്ലാവരും അപ്പോൾ അവിടെ ആയതുകൊണ്ട് ഞാൻ അവിടെയാണ് പോയി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയം കണ്ടെത്തി അവരും ഈ ആൽബത്തിൽ സഹകരിക്കുകയും നല്ല ഭംഗിയാക്കുകയും വിഷ്വലിൻ്റെയും ഓഡിയോയുടെ ഭാഗത്ത് നല്ല ഭംഗിയാക്കി തന്നതിന് അവർക്കും ഒരു നന്ദി അറിയിക്കുന്നു ഈ അവസരത്തിൽ. അവരുടെ ഭാഗത്തു നിന്നുള്ള നന്ദിയും പറയാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയാം. അതുപോലെ തന്നെ ഇനി കുറച്ചുപേരുടെ പേരുകളൊക്കെ ഇതിനകത്ത് പറയാറുണ്ട്. എന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് എടുത്ത MBS ഒരുപാട് സിനിമകൾ, തമിഴും കന്നഡയും തെലുങ്കും മലയാളം സിനിമകളൊക്കെ ചെയ്യുന്ന, കോറിയോഗ്രാഫി ചെയ്യുന്ന നല്ല തിരക്കുള്ള ഒരാളാണ് MBS. അപ്പോൾ MBSും ആ സമയം കണ്ടെത്തി വന്ന് എന്നെക്കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് ചെയ്യിപ്പിച്ച MBSനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ മറ്റ് ക്രൂവിലെ ഉള്ള ആൾക്കാരുണ്ട്, അവരെയൊക്കെ ഇങ്ങനെ ഘട്ടമായിട്ട് തന്നെ പറയാം. അപ്പോൾ ഈ ഞാനിങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് എന്താണ് ഇങ്ങനെ ഒരു ആൽബത്തിൻ്റെ പ്രത്യേകത പെട്ടെന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മളത് കോമൺ ആയിട്ട് പറയുന്ന വാക്ക്. നമുക്ക് വടക്കോട്ടും മലബാർ
ഭാഗങ്ങളിലെ ആ ഏരിയകളിലൊക്കെ എന്താണെന്ന് ഇതിൻ്റെ വേണം എനിക്കറിയില്ല, അത് പറയുമെന്ന് എനിക്കറിയില്ല. നമ്മൾ സാധാരണ നമ്മുടെ നാടുകളിൽ പറയുന്നതാണ് പോട്ടടാ അത് ഇത് എനിക്ക് നിനക്ക് ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട, അങ്ങനൊരു വാക്ക് പണ്ട് മുതലേ പറയുമല്ലോ. അതെ ചിലർ അത് പോട്ടെ, അത് എനിക്കിന്ന് വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ട, അതാണ് എൻ്റെ ഇത്. നിനക്കെന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇന്നലെ വേണ്ട, ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയിലൊരു ഇത് കയറ്റിയതാണ്. അതൊരു നമ്മുടെ നാടുകളിൽ പറയുന്നൊരു വാക്കാണ്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, സിനിമയിലൊക്കെ ഈ വാക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇത്. അപ്പം അതുകൊണ്ട് ഇത് ആ വർക്കിന് വേണ്ടി, ആ വർക്ക് കഴിഞ്ഞിട്ട് പ്രൊമോഷന് വേണ്ടി നമ്മുടെ 1 2 3 തന്നെ ഡിസൈൻ ചെയ്ത് തന്നതാണ് അവരുടെ ഇതാണ് ഈ ടീഷർട്ട്. നിങ്ങൾ നേരെ വായിക്കാൻ പറ്റിയത് എനിക്കിത് കാണുന്ന സമയത്ത് തിരിച്ചാണ് തോന്നുന്നത്. ഇതിൻ്റെ ഒരു 10-25 ടീഷർട്ടിൻ്റെ ഓർഡർ കൂടെ കിട്ടിയിട്ടുണ്ട് അത് ചെയ്യാൻ വേണ്ടി. ആ സമയം കിട്ടി അത് ചെയ്യാം. സമയം കിട്ടുമ്പോൾ അത് ചെയ്ത് അതിൻ്റെ സൈസിനനുസരിച്ച് ഇടുന്നവർക്ക് കൊടുക്കും. ഇങ്ങനെ അതൊരു സ്പോൺസർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് പാടും. അത് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വേറെ പാട്ടുകൾ പാടാൻ പറയും. ചില സ്ഥലങ്ങളിൽ നമ്മൾ വേറെ പാട്ടിനെല്ലാം തയ്യാറെടുത്താക്കിയിരിക്കുന്ന സമയത്ത് പറയും മറിയനും ഒരാട്ടുകുട്ടി പാടാൻ. പക്ഷേ എന്നാലും ലാസ്റ്റിൽ വന്നിരിക്കുന്നത് ഈ മറിയനും ഒരാട്ടുകുട്ടിയിലാണ്. പക്ഷേ ഇപ്പം ഈ വിളിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 1-2 ഇൻ്റർവ്യൂ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പാട്ട് പാടുമോ, ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം. പിന്നെ അറിയാലോ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റൈലിലുള്ള ഒരു പാട്ട്. ഞാൻ തന്നെ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യാമെന്നവർ പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ നമുക്ക് ഇതുപോലുള്ള പാട്ടുകൾ പിയും നമ്മൾ ആട്ടുകുട്ടിയും ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ആൾക്കാർ എൻ്റെ നിന്ന് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാനങ്ങനെ ഒരു പാട്ടിലേക്ക് കയറിപ്പിടിച്ചതാണ്. ഓക്കെ. ഗുഡ് മോർണിംഗ് ചേട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ചായ കുടിച്ചോ, മഴയുണ്ടോ? രണ്ടും പറഞ്ഞില്ല. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഡയറക്ടർ മണികണ്ഠൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ അവിടെ നിന്ന് എനിക്കൊരു 2 മണിക്കൂറോളം വേണം വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ നല്ല മഴക്കോളും ഇതൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ആ ഭാഗങ്ങളിലൊക്കെ നമുക്കവിടെ കുറച്ച് മഴ കൂടുതലാണ്. ഈ പൊന്മുടിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ മഴ കൂടുതലാണ്. അപ്പോൾ അവിടെ മഴ തകർക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ രാവിലെ വന്ന് ഞാനിവിടെ ഈ ലൈവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്ന സ്ഥലമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കിയപ്പോൾ എല്ലാ സ്ഥലത്തും പല സ്ഥലങ്ങളിലൊക്കെ പൊന്മുടി കൂടുതൽ ലൈവ് അങ്ങനെയൊക്കെ പോകുന്ന പൊന്മുടിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചിരുന്നു ഇന്ന് രാവിലെയും കൂടെ മണിയെ ഒന്ന് ബുദ്ധിമുട്ടിക്കാതെ അവനെ വന്ന് വിളിച്ചു വളർത്തിയിട്ട് അവൻ്റെ വർക്കിംഗ് റൂമിൽ നിന്നാണ് ചെയ്യുന്നത്. ഓക്കെ. 2 പാട്ടുണ്ടാവും. റെഡ് ടീഷർട്ട് ഇല്ലേ? റെഡ് ടീഷർട്ടോ? റെഡ് ടീഷർട്ട് എനിക്കൊരു റെഡ് ടീഷർട്ട് ഉണ്ടല്ലോ. റെഡ് ടീഷർട്ട് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള റെഡ് ടീഷർട്ടാണ്. അത് ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴ് അവിടെ ചെന്നപ്പോൾ എമ്മിൽ എനിക്ക് എടുത്തു തന്നെ ടീഷർട്ട്. എന്നാൽ ചേട്ടാ അത് പറഞ്ഞിട്ടൊരു ടീഷർട്ട്, നല്ല അടിപൊളി ടീഷർട്ട്, നല്ല വിലയുള്ള ടീഷർട്ട് മേടിച്ചത്. അതാണ് ഞാൻ ഇട്ടുകൊണ്ട് വന്നത്. അത് നിങ്ങളെങ്ങനെ കണ്ടു റെഡ് ടീഷർട്ടില്ലെന്ന്? അനില, റോബി. ഓക്കെ. അത് ഇഷ്ടപ്പെട്ടോ? അതിലാമേ അത് ഇട്ടിട്ട് വീഡിയോ ഫോട്ടോ അത് ഇപ്പോൾ ഒരു കോൾ വന്നു. അത് കാണാൻ നമുക്ക് ചേട്ടാ ഒരു പാട്ട് പാടുമ്പോൾ അനൂപ വേണുഗോപാൽ, ഭാഗ്യ മണപ്പള്ളി, വിനോദല്ല. ഓക്കെ. ഹായ് തങ്കു, ചക്കര അവിൻ, ഹായ്. ഒന്ന് കാണണേ കേട്ടോ. കണ്ട് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അഭിപ്രായം ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്.
പിന്നെ എല്ലാവരും കാണുക. അപ്പോൾ നല്ലൊരു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇതുവരെയൊക്കെ എത്തിച്ച നിങ്ങളെ അടുത്ത് വന്ന് പറയുകയും അതിന് സമയം കണ്ടെത്തി അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ പറയും. എല്ലാവരും പല പല കാര്യങ്ങളായിട്ടൊക്കെ ഉള്ളവരാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ ഉണ്ട് ഒക്കെ, അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളിൽ എത്തില്ല, നിങ്ങളത് ഓർക്കില്ല. എല്ലാവരും പല കാര്യങ്ങളായിട്ടിരിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നത്. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടെ പറയും. കിച്ചൂസ് കൊച്ചു ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. ആൽബം കണ്ട് സൂപ്പർ. താങ്ക് യു. തങ്കു പുതിയ പാട്ട് പൊളിച്ചു. താങ്ക് യു. ഷിഗാബ് നമുക്കിതിനകത്ത് വളരെയധികം നല്ല ഭംഗിയായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട്. നല്ലൊരു പ്രിയ സുഹൃത്ത് സംഗീതമുണ്ട്. ഇതിൻ്റെ ജോബിയാണ് എഡിറ്റിംഗ്. ചേതനും അഖിൽ വിപിൻ തമ്പിയാണ് VFX ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാം സിനിമാക്കാരാണ്. എല്ലാ സിനിമയിലും വർക്ക് ചെയ്യുന്ന നല്ല തിരക്കുള്ളവരാണ്. അത് നൂർ ഇബ്രാഹിമാണ് എല്ലാ സഹായങ്ങളും. അത് പ്രൊഡക്ഷനെന്നോ കാശ് തരുന്നെന്നോ കൺട്രോളറെന്നോ അങ്ങനെയൊന്നുമല്ല. എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നത് നൂർ ഇബ്രാഹിമാണ്. അത് അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. ഓക്കെ. അതുപോലെ തന്നെ കളർ DA ചെയ്തേക്കുന്ന സെൽവനാണ്. പിന്നെ ഇത് അത്രയും നല്ല ക്വാളിറ്റിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിച്ച ശബ്ദയാണ് മറിയുടെ മരാട്ടുകുട്ടിയും ഓഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് ആ പാട്ട് തന്നെ ഒരുപാട് റീലുകളും ടിക്ടോക്കുകളും ഒക്കെ ആ സമയത്ത് ഒക്കെ എനിക്ക് കോവിഡിൻ്റെയൊക്കെ ഭയങ്കര ഒരു രൂക്ഷമായിട്ട് നിൽക്കുന്ന സമയത്ത് ആണ് ആ പാട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ ടിക്ടോക്കുകളും അങ്ങനെയുള്ള പുറത്തും അന്യ സംസ്ഥാനത്തു നിന്നും അല്ലാതെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ചെയ്തൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രചോദനമാണ് ആ ടീമിനെ വെച്ച് തന്നെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ അത് കണ്ട് പ്രോത്സാഹിപ്പിച്ച് കൊള്ളാമെന്ന് ഇതുവരെ എല്ലാം പോസിറ്റീവ് കമൻറ്റില്ലേ, വേറെയുള്ള പോലും മോശമായിട്ടില്ല. പക്ഷേ ഇങ്ങനെ എത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. ഓരോരുത്തരടുത്ത് വന്നോ ഇറങ്ങിയെന്ന് പറഞ്ഞു, ഇറങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞു ഇറങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ പല കാര്യങ്ങളായിട്ടില്ലേ ഓർക്കില്ല. അപ്പോൾ ഓർമ്മിക്കാൻ വേണ്ടി ഒരു ലൈവിൽ വന്നതാണ്. പിന്നെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കുറേ നാളെ എൻ്റെ കണ്ടിട്ടൊക്കെ സിനിമ ഞാൻ നമ്മുടെ അനൂപ് മേനോൻ സാറിൻ്റെ കൂടെ അവരുടെ ഈ തനി നിറം എന്നൊരു പടത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. അതിൽ വിശാലി ഞാനും കൂടെ ടൂര് ഒരു സീന് അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കും ഒരു സീൻ 2 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡബിങ് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള ഷൂട്ട് ട്രിവാൻഡ്രത്തുണ്ട്. അപ്പോൾ അതിൻ്റെ മണിപ്പൂരിലാണ് അവർ. അദ്ദേഹം USA വന്നെന്ന് തോന്നുന്നു. വന്നു കഴിഞ്ഞാൽ ബാക്കി ഷൂട്ടുണ്ട്. നമ്മളെ നല്ലൊരു സുഹൃത്തൊന്നും അനിയനെ പോലെ ഒരു നാട്ടുകാരനൊക്കെ പോലെ കാണുന്ന രതീഷ് ചേട്ടൻ നെടുമങ്ങാട് രതീഷ് ചേട്ടനാണ് അതിൻ്റെ ഡയറക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം വിളിച്ചൊരു ചെറിയ വേഷം തന്നതിൽ അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ 2 ദിവസത്തിന് മുമ്പ് കണ്ടേ ഉള്ളൂ. ഡബിങ്ങിന് പോയപ്പോൾ കണ്ടു. നല്ല ക്രൂവിൽ എല്ലാവരെയും കണ്ടു. ഇനി പിന്നെ നമ്മൾ ആൽബം കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പാട്ട് പാടാൻ സൂപ്പർ. ആ പാട്ട് അതിൻ്റെ ട്രാക്ക് വന്നതിന് ശേഷം ഒരു ദിവസം എന്നിട്ട് പാടിയിടാം. 2 പാട്ട് പാടും. 2 പാട്ട്. ഓക്കെ. പാട്ട് സൂപ്പർ കൊള്ളാം. താങ്ക് യു. പ്രോഗ്രാം ഇനി അടുത്ത മാസം കഴിഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിനൊക്കെ പ്രോഗ്രാം കുറവായിരുന്നു. സീസണിലും പ്രോഗ്രാം കുറവായിരുന്നു. ഇപ്രാവശ്യത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലാം സംഘാടകരുടെ കയ്യിലും തങ്കച്ചേട്ട കട്ടപ്പനയിൽ നിന്നും
സൂര്യലാലാണ്. സൂര്യലാൽ. കട്ടപ്പനയിൽ നിന്ന് സൂര്യലാലെ, സുഖമായിരിക്കുന്നു. കട്ടപ്പന മറക്കാൻ പറ്റില്ല. കട്ടപ്പനയിൽ പ്രോഗ്രാം വന്നിട്ടുണ്ട്. കട്ടപ്പനയിൽ വെച്ചിട്ടാണ് ദിലീപേട്ടൻ്റെ ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ ഷൂട്ട്. അയ്യോ, അത് മറക്കാൻ പറ്റില്ല. നല്ല സ്ഥലവും ഒരു അടിപൊളി ഒരു പാലവും. ആ സമയത്ത് കണ്ണെ നിന്ന് കഴിഞ്ഞാൽ അപ്പുറം നിന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഇവിടെ ഷൂട്ട്. മറക്കാൻ പറ്റില്ല. പിന്നെ അല്ലാതെ അവിടെ ഞാൻ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ കട്ടപ്പനയിലൊരു കോളേജിൽ നിന്ന് വിളിച്ചിട്ട് ഒരു ഫങ്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു. പിന്നെ അതിനുശേഷം അവർ ഡയറ്റിന് എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞു വിളിച്ചിട്ടില്ല. കട്ടപ്പന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഓക്കെ. അപ്പോൾ ഇനി സീസണും ഇതൊക്കെ എല്ലാം കമ്മിറ്റിക്കാരുടെയൊക്കെ കയ്യിലിരിക്കുകയാണ് ഈ പ്രോഗ്രാംസൊക്കെ. ട്രൂപ്പ് എന്ന് പറയുന്നത് ട്രൂപ്പായിട്ട് ഇല്ല. ഇപ്പം പഴയതുപോലെ ഒരു ട്രൂപ്പോ ഒരു അങ്ങനെയുള്ള ഇതില്ല. ഞാൻ തന്നെ ഞങ്ങളൊരു 2-3 ടീമോ 3-4 പേരോളം ഉണ്ട്. അപ്പോൾ വിളിക്കുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഗസ്റ്റായിട്ട് ചെന്ന് പ്രോഗ്രാം ചെയ്യും. ഏത് ട്രൂപ്പിൽ വിളിച്ചിരുന്നാലും ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ നിന്ന് ഗ്യാപ്പ് വിളിക്കത്തക്ക രീതിയിൽ ഉള്ള സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഓണത്തിനും ക്രിസ്മസും ന്യൂ ഇയറും സീസണിലും ഒക്കെ ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ട്രൂപ്പായിട്ടില്ല. ട്രൂപ്പൊക്കെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് സൗദിയിൽ വരുന്നുണ്ട്. സൗദിയിൽ നിന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു. സൗദിയിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ളതാണ്. ഞാൻ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഈ ആൽബം കണ്ടിട്ട് ഏറ്റവും കൂടുതൽ കമൻറ്റുകളും വിളിയും ഒക്കെ വന്നിട്ട് പുറത്തു നിന്നാണ്. സൗദിയിൽ നിന്നും അബുദാബിയിൽ നിന്നും ഖത്തറിൽ നിന്നും ഷാർജയിൽ നിന്നും ബഹറിൽ നിന്നും മസ്കറ്റിൽ നിന്നൊക്കെ ഇതുപോലെ വിളിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. അത് അവർ കണ്ടിട്ട് രാത്രി പതിരാത്രിയൊക്കെയാണ് വിളിച്ചിട്ട് എന്നാലും ആ സമയത്തൊക്കെ വിളിച്ചിട്ട് കൊള്ളാമെന്നൊക്കെ പറയാൻ കാണിച്ച മനസ്സുണ്ടല്ല സന്തോഷം. അവർ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ട് കമൻറ്റ് ചെയ്യുകയും വിളിച്ച് പറയുകയൊക്കെ ചെയ്ത് അവരാണ്. പിന്നെ ഇവിടെ എല്ലാവരും കണ്ടവരൊക്കെ ഭൂരിഭാഗം ഒരു 80% ആൾക്കാരും അഭിപ്രായം പറയുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അപ്പം ഈ കാണുന്നത് മാത്രമല്ല, ഒരുപക്ഷെ കണ്ടില്ല എങ്കിൽ അത് കാണുക. കണ്ടതിന് ശേഷം ഒരു ചെറിയ അഭിപ്രായമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമൻറ്റോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ ചെയ്ത വർക്കിന് കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു സന്തോഷം, ഒരു അഭിനന്ദനമായിരിക്കും അത് ചെയ്യണം. തൊടുപുഴയിൽ നിന്ന് ബിജുവാണ് പാട്ട് കേട്ട് സൂപ്പർ. ബിജു, താങ്ക് യു ബിജു. സൗദിയിൽ വരുന്നുണ്ട്. സൗദിയിൽ നിന്ന് എനിക്ക് ഓണത്തിന് എനിക്ക് ഉണ്ട്, പക്ഷെ അവർ വിളിക്കുന്നത് മറിയമ്മരാട്ടുകുട്ടി രാവിലെ ഞങ്ങൾക്കൊരു എനർജി കിട്ടാൻ. മറിയമ്മരാട്ടുകുട്ടിയിലെ മോളിക്കുട്ടി ആടുവാങ്ങാൻ കൂട്ടി വെച്ചൊരു കായിപ്പെട്ടിയെ നോട്ടമിട്ടത് കള്ളനെന്നൊരു വാസുക്കുട്ടി കാശിനായി തപ്പി നോക്കി കായിപ്പെട്ടി. തപ്പി നോക്കിയ വാസുക്കുട്ടിക്ക് പാമ്പും കുട്ടിയുടെ കൊത്ത് കിട്ടി. തപ്പി നോക്കിയ വാസുക്കുട്ടിക്ക് പാമ്പും കുട്ടിയുടെ കൊത്ത് കിട്ടി. ഞാൻ പറഞ്ഞ ഈ എമ്മിലെ അടുത്ത് പറഞ്ഞ എമ്മിലെ എവിടെ ചെന്നായിരുന്നു എന്നെ കൊണ്ട് പാടിക്കുന്നൊരു പാട്ടാണിത്. അപ്പോൾ അതിനെ ഒന്ന് മ്യൂസിക് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ചെയ്യുമ്പോൾ നമുക്ക് നല്ല പഞ്ചായത്ത് അത് പാട്ട് പാടാം കേട്ടോ. ഏതായിരുന്നാലും നിങ്ങൾ ഈ ചില സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഞാൻ നല്ല ഒരു പാട്ടൊക്കെ പാടാൻ വേണ്ടിയൊക്കെ എല്ലാം റെഡിയാക്കി കൊണ്ടുപോകും. അവസാനം കറങ്ങിത്തിരിഞ്ഞ് മറിയമ്മരാട്ടുകുട്ടി തന്നെ ചെന്നിട്ട് 2 വരി അതൊക്കെ പാടിയിട്ട് പോകും. ഏതായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട് പറയുന്നല്ലോ, അതിന് സന്തോഷം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ ഞാൻ പാടിയ പാട്ട് ഇതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടിക്ടോക്ക്, എനിക്ക് തോന്നുന്നു ടിക്ടോക്കിൻ്റെ ഒക്കെ ഒരു കലാശക്കൊട്ട് അത് തന്നെയായിരുന്നു. അതോടുകൂടിയാണ് ടിക്ടോക്ക് പോയത്. കരയാതല്ലേ. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ് മാറോടു ചേർന്നുറങ്ങ്
താമരത്തേനുറങ്ങ് കൈ വളരാൻ നേരം പദമായിരം വേണം വാലിട്ടു കണ്ണെഴുതി കിളിപ്പാട്ടു കൊഞ്ചേണം കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. ഒരിക്കൽ ഇത് പിന്നെ ചിത്ര ചേച്ചി ലൈവിലോ അങ്ങനെ ഇത് രണ്ടുപേര് പാട്ട് പാടി എൻ്റെ തമ്പുരാൻ. യോ പറയണ്ട, ഇത് രസമുണ്ട്, സൂപ്പർ സൂപ്പർ സൂപ്പർ. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഫാനായിരുന്നു ഈ മംഗളങ്ങളും കരയാതെ കണ്ണുറങ്ങ് അതൊക്കെ. ദാസേട്ടൻ്റെ ചേച്ചി ചിത്ര ചേച്ചിയൊക്കെ പാടുന്നതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ അടിപൊളി അടിപൊളി അടിപൊളി. അതെപ്പോഴും ഞാൻ ഇങ്ങനെ ഇട്ട് കേൾക്കും. അതിങ്ങനെ ഒരു അതും പാടാൻ പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ. സൗദിയിൽ നിന്ന് വരണമെങ്കിൽ പറയണം, ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ് തങ്കുവിനെ കാണാൻ. ഓക്കെ ഓക്കെ ഷിഹാബേ, സൗദി വരുമ്പോൾ പറയാം. കല്യാണം എന്തായി മുത്തേ, ഞാൻ ഉടനെ പറഞ്ഞത് കാണുമോ? ഈ നിൽക്കട്ടെ, അക്ബർ അമീർ, ഈ അക്ബർ അമീർ 2-3 ഇതുപോലെ ലൈവിലും ഇതാണല്ലോ ചോദ്യം. എനിക്ക് ഈ പേര് ഓർമ്മയുണ്ടേ കേട്ടാ. തങ്കു സുഖമല്ലേ? തങ്കു സുഖമാണോ? നമ്മളെ മണികണ്ഠനെ ഇടയ്ക്ക് ഒന്ന് കഥ തുറന്ന് നോക്കിയിട്ട് ഓടിക്കളയും, പിടിച്ചേക്കൊണ്ടിരുത്തും, ഓടിക്കളയും. മറ്റേ യമുര് അത് ഒട്ടും വരില്ല. അണ്ണാണ് എന്നെ പിടിക്കലാണ്. പടം ഞാൻ പറഞ്ഞ പടം നമ്മൾ ഈ തനിനിറം അനുമേനോൻ സാറിൻ്റെ പടമാണ് ഇത്. ഞാൻ ചെന്ന സമയത്ത് സാറുണ്ടായിരുന്നു, എന്നെ കണ്ടിരുന്നു. ഇവിടെ ഈരാറ്റുപേട്ടയിലായിരുന്നു ഷൂട്ട്. എനിക്ക് 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ, ഇനി ബാക്കി ഉണ്ട് ഷൂട്ട്. രേഖയ്ക്കും ഇഷ്ടമുള്ള പാട്ടാണ് കരയാതെ കണ്ണുറങ്ങ് എന്നുള്ളത്. ഓക്കെ, ഈ പാട്ടിറങ്ങുന്ന സമയത്ത് കാസറ്റ് കടയിലോ അല്ലെങ്കിൽ മൈക്ക് സെറ്റിലെ അവിടെ ചെന്നിട്ട് ഇപ്പം ഈ മൊബൈലും ഈ ടൈപ്പ് ഫോണും ഒക്കെ വന്ന സമയത്തല്ലേ ഇത് ഒക്കെ പിന്നെ കുറേ കിട്ടാൻ. അന്നേ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരുന്നത്. 15 രൂപ കൊടുക്കുമ്പോൾ അന്ന് 15 60 രൂപയൊക്കെ ഉണ്ട്. 60-40 രൂപ ഉള്ള അന്നത്തെ കാസറ്റിന് 15 രൂപ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാസറ്റ് കടയിൽ ചെല്ലുമ്പോൾ അതിനെ റെക്കോർഡ് ചെയ്ത് തരും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കലത്തിൽ സ്പീക്കർ വെച്ചിട്ട് ഉറച്ചിടും. അങ്ങനെയൊക്കെ അന്നും നമുക്കിഷ്ടമുള്ള പാട്ടാണ്. ഇപ്പം ഇതൊക്കെ വന്നപ്പോൾ കുറേ കൂടെ വയറലായി. സുഖമാണ് കിഷോറെ സുഖമായിട്ടിരിക്കുന്നു കിഷോറെ. എൻ്റെ വിശേഷമുണ്ട്, നിങ്ങളുടെ വിശേഷങ്ങളും കൂടെയൊക്കെ അറിയാൻ കൂടെയാണ് വന്നത്. നിങ്ങളുടെ വിശേഷവും കൂടെയൊക്കെ എല്ലാവരും ആ ഒരു ദിവസം നോക്കിയിട്ട് എഴിച്ച് വന്നല്ലോ, അതിന് തന്നെ സന്തോഷം. അപ്പോൾ ചേട്ടാ പാട്ട് സൂപ്പർ, സനു കുട്ടൂസെ പാട്ട് ഈ നിങ്ങൾ തരുന്ന ഈ എല്ലാ കമൻറ്റുകളും എന്താ പറയുന്നത് ആ സന്തോഷവും നമ്മുടെ ക്രൂവിലെ മ്യൂസിക് ഡയറക്ടർ എമിലിനും ഡയറക്ടർ മണികണ്ഠനും ബാക്കി ക്രൂവിലെ MBSനും ബാക്കി ക്രൂവിലെ എല്ലാവർക്കും കൂടെ അർഹതപ്പെട്ടതാണ്. പിന്നെ ഇനി നിങ്ങൾ തരുന്നൊരു അംഗീകാരം ഇത് മാത്രമല്ല, കണ്ടിട്ടും കൂടെ പറയുന്നതാണ് കുറച്ചുകൂടെ അത് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. ഓക്കെ, ഒരു പഴയ കാലങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നത്. അതെ അനുരാഗമൊരു കിനാവിൽ കിളിപ്പാടുന്നത് അപരാധമാണു ഈ മണ്ണിലെന്നുവേ കാരുണ്യമില്ലയോ നിഴലായി നീലാവിൽ മാറിൽ വീഴ വെറുതെ ഒരുങ്ങുമ്പോൾ അല്ലേ. അപ്പുറത്തെ ചർച്ചാണ് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കുരിശടിയും ചർച്ചും ഉണ്ട്. രാവിലെ അവിടുത്തെ പ്രയർ നടക്കുന്ന പാട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. ഇപ്പോൾ ആരാധന നടക്കുകയാണ് അവിടെ.
വെറുതെ ഒരുങ്ങുമ്പോഴും തങ്കച്ചേട്ടൻ്റെ പേരിൽ വാട്സപ്പ് കൂട്ടായ്മ രജിസ്റ്റർ ചെയ്ത് തുടങ്ങാനുള്ള താല്പര്യമുണ്ട്, അനുമതി തരാമോ? സ്റ്റാർ മാജിക്ക് ഇനിയുണ്ടോ? നിങ്ങളെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ സൗദിയിലാണ്. സൗദിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻക്വയറി ഉണ്ട്. വരുമ്പോൾ നമുക്ക് കാണാം, തീർച്ചയായിട്ടും കാണാം കേട്ടോ. കാണാനുള്ള ആഗ്രഹമുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് സന്തോഷമല്ലേ? തങ്കച്ചേട്ടാ ഒരു ഹായ് തരാമോ? അബുബക്കർ അബുബക്കറെ ഹായ് 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 ഹായ്. സൂപ്പറായി വിജയിക്കും പാട്ട്. ഓക്കെ, താങ്ക് യു. സന്തോഷം. ഇങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഞാൻ ഓടി വന്ന് നിങ്ങളടുത്ത് വരും. കാരണം നമുക്കത് നിങ്ങൾ അറിയണമല്ലോ, അത് കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒരു ലൈവ് വന്നായിരുന്നു, ഒരു ലൈവ് ആൽബം ഇറങ്ങുന്നതിന് മുമ്പ്. അതിനുശേഷം ഇന്നലെ ഒരെണ്ണം വന്നായിരുന്നു. ഇന്നും വന്നത് ഈ പാട്ട് ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്ന പാട്ട്. അപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞിട്ട്, ലൈവൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു 2-3 മിനിറ്റ് നമ്മുടെ ആൽബം കാണാനുള്ളൊരു ഇതും കൂടെ സമയം കൂടെ ഉണ്ട്. തങ്കച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെ സൂപ്പർന്ന് ചിന്നു നായർ പറഞ്ഞേക്കണേ. ചിന്നു ചേട്ടാ നാട്ടിൽ വന്നാൽ നിങ്ങളെ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അല്ലേ? അക്ബർ അമീർ അല്ലേ? അല്ല, ഞാൻ എൻ്റെ പോസ്റ്റിലൊക്കെ നമ്പറുണ്ട്. എൻ്റെ പോസ്റ്റിൽ ഞാനിങ്ങനെ പ്രോഗ്രാമിൻ്റെ പോസ്റ്റൊക്കെ ഇറക്കിയിട്ടാണ്. അതിനകത്ത് എൻ്റെ നമ്പർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. വിളിച്ചാൽ മതി. നാട്ടിലോ എവിടെയാണെന്നെങ്കിൽ, എനിക്ക് അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാം കേട്ടോ. അനീഷ് എംബി എനിക്ക് ഹായ് വേണം. അനീഷേ ഹായ് ഹായ് ഹായ്. നിന്റെ കൽപ്പനയോ ചേട്ടാ, പാട്ട് സൂപ്പറായി. സന്തോഷം, നന്ദി. സന്തോഷം. ലൈവ് വരുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാമല്ലോ? ലൈവ് വരുമ്പോൾ സംസാരിക്കാം. നിങ്ങളുടെ വിശേഷം കൂടെ അറിയണം. എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി കൂടെ പറയുമ്പോൾ സന്തോഷം. ഞാൻ തന്നെ ഇങ്ങനെ പറയാതെ അണ്ണ മുമ്പത്തെ പോലെ ആക്റ്റീവായി വരണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇത് വരുന്നു. ഒരു ആക്റ്റീവ് അല്ല എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. ആക്റ്റീവാകാം കേട്ടോ, ആക്റ്റീവാകാം. കൊല്ലക്കാരനാണല്ലേ? കാണാൻ സാധിക്കട്ടെ. തങ്കച്ചി പൊളിയത് ഷോയിലാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ അമൃതയിൽ ഒരു 2 എപ്പിസോഡ് ഉണ്ടായിരുന്നു. അമൃതയിൽ അടുത്തൊരു ഷോ വരുന്നുണ്ട്, വേറൊരു ഷോ വരുന്നുണ്ട്. അതും ഇതുപോലെ ഷോ വന്നതിന് ശേഷം ഞാൻ വന്ന് ലൈവിൽ വന്ന് ഇതുപോലെ അറിയിക്കാം. അന്ന് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ലൈവിൽ വന്നിട്ട് ആ ഷോയുടെ വിശേഷങ്ങൾ പറയാം കേട്ടോ. തോമസ് ചേർത്തല തങ്കച്ചായി പൊളി അത് ഷോയിലാണ്. ഓക്കെ. പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ നിലവിൽ ഒരു കഴിഞ്ഞ വർഷം ഇട്ട ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്റർ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ആ പോസ്റ്ററിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു വലിയൊരു വിങ് ട്രൂപ്പായിട്ട് അങ്ങനെയില്ല, എന്നാലും വലിയ ഷോയൊക്കെ ചെയ്യും. അല്ലാതെ ഷോകളിൽ ഗസ്റ്റായിട്ടൊക്കെ പോകാൻ വേണ്ടി ഞങ്ങളൊരു 3-4 പേര് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു പോസ്റ്റ് ഉടനെ ഇറങ്ങും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അതിൽ ഫുള്ളായിട്ട് കൊടുത്തിരിക്കും. ഒരു ഹായ് തരാമോ എൻ്റെ മക്കളോട്? റിയാൻ മക്കളെ, റിയാനും ഹായ്. നമസ്കാരം മക്കളെ. ഒരു ഹായ് പറയാനേ. ഓക്കെ. ജഗദീഷ് ഇത് കണ്ടിട്ട് അല്പം കണ്ടേ കേട്ടോ. ഉടനെ ഷോ ഉണ്ടാകുമല്ലേ? കാത്തിരിക്കുന്നു. പിന്നെ വേണം. ഷോ പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കും. ആ ഷോയുടെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറയുന്നതായിരിക്കും.
കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി. ഓരോ കോമഡികളും കണ്ട് ഓർത്ത് ചിരിക്കാറുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ ഒരു കഴിഞ്ഞു പോയാണെങ്കിലും ഒരു കോമഡി അത് തിരഞ്ഞെടുത്ത് കണ്ട് ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കുകയും ചെയ്യുമല്ലോ. അത് കിട്ടുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമല്ലേ അത് ചിരിക്കുകയും ചെയ്യുന്നു, ഓർക്കുകയും ചെയ്യുന്നു. സ്കിറ്റുകൾ സൂപ്പറാണ്. എൻ്റെ മക്കൾക്ക് ഒരു ഹായ് പറയണം. സൈദാലി, സോഹില, സൈദാലി ഹായ്. കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി സ്വന്തം. പള്ളി ആരാധന ഇതൊക്കെ നടക്കുന്നു. റൂമിൽ തങ്കുവിൻ്റെ കോമഡി പറഞ്ഞു ചിരിയായി ഇപ്പോൾ. അടിപൊളി. കാണാം അത് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും ചിരിക്കത്തക്ക കോമഡികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുകയും നമ്മൾ ഓർക്കുകയും നമ്പർ ഉണ്ടെങ്കിൽ വിളിക്കുകയൊക്കെ ചെയ്യുന്നത് സന്തോഷം. റിയാദിൽ നിന്നും ഗുഡ് മോർണിംഗ്, ഹായ് തങ്കച്ച. ഓക്കെ, ഇഷാൻ ഷാൻ ഒരു പഴയ പാട്ട്. വാതിലിൽ വന്നെത്തി നോക്കി വസന്ത പഞ്ചമി, പെണ്ണിൻ വളകിലുക്കം കേട്ടു കോരി തരിച്ചു നിന്നു. പള്ളിയിലെ മണിയടിക്കുന്നു. ക്ഷമിക്കണേ, സോറി. ഇനി വരാനിരിക്കുന്ന ഷോയിൽ പഴയ ആൾക്കാരാരെങ്കിലും ഉണ്ടോ അറിയില്ല കേട്ടോ, അത് അറിയില്ല. തങ്കു എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ മക്കൾക്ക് ഭാര്യയ്ക്കും ഒരു ഹായ് പറയാമോ? ഹായ്. അത് പറഞ്ഞിരിക്കുന്നത് ജഗദീഷ്. ഓക്കെ, മഴവില്ലിലെ സോങ് പാടാമോ? നേരത്തെ ഒരു പാട്ട് പാടിയിട്ട് അത് ഇതായിപ്പോയല്ലേ. എങ്കിലും എന്നോമലാൾക്ക് താമസിക്കാനൻ കരളിൽ, എങ്കിലും എന്നോമലാൾക്ക് താമസിക്കാനൻ കരളിൽ, തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം, മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടകിൽ, കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം, പ്രാണസഖി ഞാൻ വെറുമൊരു ആമരനാം പാട്ടുകാരൻ, ഗാനലോല വീജികളിൽ വേണുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. ഏത് ലൈവിലും ഒരു ഇൻ്റർവ്യൂവിലും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ 2-3 പാട്ട് പാടാതെ എനിക്ക് ഞാനത് മൈൻഡപ്പ് ചെയ്യില്ല. കാരണം അത് അത്രയും നമ്മൾ മനസ്സിലെ ഒക്കെ സ്വാധീനിച്ച പാട്ടുകളാണ് ജീവിതത്തിലേക്ക് ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് എവിടെ പോയിരുന്നാലും ഒരു എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞൊരു 2 വരി അത് പാടിയിട്ടൊക്കെ പോകും. എന്നാലും പോകാൻ നേരത്ത് മറിയുമ്പോൾ ആട്ടുകുട്ടി പാടും. ചേട്ടായ കരയാതെ കണ്ണുറങ്ങും, അത് നേരത്തെ പാടി. അത് രാജേഷ് റിയ, കിച്ചു റിച്ചു അത് പാടിയല്ലോ. സുഖമാണ് മാഷേ, അടിപൊളി, എല്ലാവിധ ആശംസകളും നേരുന്നു. സന്തോഷം. ഒരു ക്രിസ്മസ് ഡിവോഷണൽ സോങ് കൂടി
സൺഡേ അല്ലേ അത് അല്ലേ? രാജാവിൻ സങ്കേതം തേടുന്നു രാജാക്കൾ, മരുഭൂവിൻ ഇരുളിൽ മറവിൽ അലയും നേരം ആകാശക്കോണിൽ ദൂരെ നക്ഷത്രം കണ്ടു. ഓ ദൂരെ നക്ഷത്രം കണ്ടു. രാജാവിൻ സങ്കേതം തേടുന്നു രാജാക്കൾ, മരുഭൂവിൻ ഇരുളിൽ മറവിൽ അലയും നേരം ആകാശക്കോണിൽ ദൂരെ നക്ഷത്രം കണ്ടു. ഓ ഓ ദൂരെ നക്ഷത്രം കണ്ടു. അത് ചോദിച്ച ആർക്കായിരുന്നാലും ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. ഞാനത് ഓർത്തില്ല. ഇപ്പോൾ ഇവിടെ എന്താ മണിയുടെ ഒരു ശബ്ദം കേൾക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചർച്ചാണ്. അത് മണിയേട്ടന് കിട്ടിയ ഏറ്റവും നല്ല ഭാഗ്യമില്ലേ? വീടിൻ്റെ ഓപ്പോസിറ്റ് ചർച്ചും പിന്നെ കുരിശടിയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ആരാധന. അതെനിക്ക് തോന്നുന്നു കുറേ സമയം ഉണ്ടാകും. അപ്പോൾ അത് മണിയടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾ നിർത്തിയത്. രാജാവൻ സംഗീതം സൂപ്പർന്ന്. ഓക്കെ. വാനിടം പീലില്ല വേറൊരു നാമം മാനവൻ രക്ഷ നേടുവാ, സാഗരം മൂന്നു ലോകമൊന്നു പോ വാഴ്ത്തി പാടിടും യേശുനാമമേ. യേശുവിൻ രക്ഷ നൽകും നാമമേ, പാരിൽ ആശയായി തീർന്ന നാമമേ. യേശുവിൻ ഇമ്പമാർന്ന നാമമേ, ദൈവം രക്ഷയായി തന്ന നാമമേ. യേശുവിൻ ഇമ്പമാർന്ന നാമമേ, ദൈവം രക്ഷയായി തന്ന നാമമേ. അതും ഞായറാഴ്ച കൊണ്ടാണ്, ചോദിച്ചുകൊണ്ട് മാത്രം. ചായ കുടിച്ചു ചേട്ടാ, മഴയൊക്കെ ഉണ്ടോ? ഞങ്ങൾ ചേട്ടാ ചായ കുടിച്ചു. മഴ ഇന്നുണ്ടാവേ ഇന്ന്. ഇപ്പം വേറെ മഴ ഉണ്ടായിരുന്നു, നമ്മൾ ആൽബ മഴ. ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, അതൊന്ന് പാടി കേൾക്കണമെന്നുണ്ട്. കൊണ്ടുവരൂ നമുക്ക് പാടിയെടുക്കാം കേട്ടോ. ഓക്കെ. നമസ്കാരം ബോസേ. ശരത്ത്. ഇത് ആൽബം നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അല്ലെങ്കിൽ 2 പ്രാവശ്യം കൂടെ കണ്ട് അഭിപ്രായം പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അതിന് കാണണം. ഇത് അത് മാത്രമല്ല, ഈ കണ്ടവർ കാണാതെ ഇത് വെച്ചിട്ട് പോകാതെ മറ്റുള്ള ആൾക്കാർക്ക് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞങ്ങൾക്ക് ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു സന്തോഷമായിരിക്കും. പിന്നെ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം. ഒരേ ഒരു സകലവർക്കും രക്ഷപ്പെടുന്നു. യെസ്. ഓക്കെ. ചിപ്പി ടി ബാബു, കൊള്ളാം, താങ്ക് യു. കുറച്ച് ഷെയറിങ് കൂടെ പോയി കഴിഞ്ഞാൽ, കുറച്ച് ഷെയർ ചെയ്ത് പോയാൽ കുറേ പേരിലേക്ക് എത്തും. ഒരു കുറച്ച് എന്താ പറയുന്നു, ഈ പറയുന്ന പോലെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തുന്നില്ല എന്നൊരു ഇതുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. എത്തുന്നില്ല എന്നുള്ളത് പറഞ്ഞാൽ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഇത് അറിഞ്ഞിട്ടില്ലാത്തവരുണ്ട്. അപ്പോൾ അറിഞ്ഞിട്ടില്ലാത്തവർക്കും കൂടെ അറിയാനും കൂടെ വേണ്ടിയാണ് ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത്. പള്ളിയിൽ പോയില്ല. ഞാനൊരു പള്ളി കള്ളനാണ്. പള്ളിയിൽ പോയില്ല. ഓക്കെ. ഞാൻ ഇന്ന് ലൈവ് വരുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് പോകുന്നത്? രാവിലെ അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് ആടാ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചോ, എവിടെ തങ്കു എന്നൊക്കെ ചോദിക്കില്ലേ? സതീഷ് രാജൻ, കുളപ്പാടം.
അബൂബക്കർ അബു ഞാൻ ഷെയർ ചെയ്തു. താങ്ക് യു. അരുൺ കെ പി ഞാൻ ഷെയർ ചെയ്യുന്നു. വേണം കേട്ടാ. സന്തോഷം, നന്ദി. തങ്കം അടിപൊളി ജീവിത അനുഭവമാണോ ഈ പുതിയ ആൽബം? അങ്ങനെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു വാക്കാണത്. ചിലർ പറയണല്ല, ഇത് ഇന്ന് വേണ്ടെങ്കിൽ ഇന്നലെ വേണ്ടെന്നൊക്കെ പറയില്ലേ. നിനക്ക് പാടാതെ, നിനക്ക് ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ തന്നെ വേണ്ട, അങ്ങനെ പോകാൻ പറ, അല്ലെങ്കിൽ അവ പോകാൻ പറയുന്നൊക്കെ പറയില്ലേ. ആ വാക്കെടുത്ത് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ തേപ്പാണല്ലോ. അപ്പോൾ തേപ്പ് കിട്ടിയവർക്കും ഇനി കിട്ടാൻ പോകുന്നവർക്കും കിട്ടിക്കഴിഞ്ഞവർക്കും തേപ്പിലേക്ക് ചാടുന്നവർക്കും ഗുണം വേണ്ടിയുള്ളൊരു പാട്ടാണ്. തേപ്പില്ലെന്നല്ല, തേപ്പൊക്കെ ഉണ്ട്. അപ്പം അതും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സോങ്. തമാശ സോങ്ങാണ്. കാര്യം തമാശ ഒരു നമ്മുടെയൊക്കെ പാട്ടിൽ അങ്ങനെയല്ല. നമ്മൾ ഈ വലിയ ക്ലാസിക്കലോ അങ്ങനെയുള്ള സംഭവങ്ങളോ വലിയ അർത്ഥവത്തായിട്ടുള്ള വരികളോ അങ്ങനെയൊന്നുമില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന ഇതുപോലുള്ള ആട്ടുകുട്ടിയും മുയൽക്കുട്ടിയും പട്ടിക്കുട്ടിയും അങ്ങനെയൊക്കെയാണ് എൻ്റെ പാട്ടുകൾ. ഒരു തേപ്പ് കഥയല്ലേ ബിജു മോൻ ചോദിക്കുന്നത്. അതായത് അതെ, അതിലും ആ വരികളുണ്ട്. തേപ്പ് കിട്ടി മുട്ടൻ തേപ്പ് കിട്ടി, തേപ്പ് കിട്ടി മുട്ടൻ തേപ്പ് കിട്ടി, അങ്ങനെ സാധനമുണ്ട്. കാരണം അത് ഈ ഷോർട്ട് വീഡിയോകൾക്കും റീൽസുകൾക്കും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം കുറേ ഭാഗങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്. അത് വരും, അതിനോടനെ വീഡിയോസൊക്കെ വരും. വെരി ഗുഡ് സോങ്, താങ്ക് യു. പക്ഷേ ഇതുവരെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നേരിട്ട് കാണുകയും ചെയ്യണം, സംസാരിക്കുകയും ചെയ്യണം. എൻ്റെ മോൾക്ക് തങ്കച്ചേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. ആൾക്ക് 7 വയസ്സായി. മോളെ പേര് പറഞ്ഞില്ല. 7 വയസ്സായല്ലേ? അപ്പം മൂക്കൊരു കായേ, മൂക്കൊരു കായ. ഈ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഒരാളുടെ വീട്ടിൽ ഇന്നിരിക്കുന്ന സമയത്ത് രാവിലെയാണ്, ഗുഡ് മോർണിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പോസ്റ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത് മണികണ്ഠൻ തന്നെയാണ്, ഡയറക്റ്റ് തന്നെയാണ്. അതിലൊരു ചായക്കപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ, ചായയൊക്കെ ഇരിക്കുന്നു, പുകയൊക്കെ പറക്കുന്നത് അല്ലേ. ഞാൻ വന്നിട്ട് ഒരു ചായ എന്നിട്ട് വെളിയിലിരുന്ന് അവൻ ചായ കുടിക്കുന്നു, എൻ്റെ അടുത്തിരുന്ന് ഊതിങ്ങനെ കുടിക്കുന്നു. ഞാനാണെങ്കിൽ ഒരു ചായപ്രേമി കൂടെയാണ്, ഒരു ചായയുടെ ആളും കൂടെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ കൊണ്ട് പാവം അമ്മയാണ്. വണ്ടിയുടെ അമ്മ ഇവിടെ വരുമ്പോൾ സമയത്ത് മാങ്ങ, ചക്ക, ജ്യൂസ്, ചായ എല്ലാം കൊണ്ടുവരും. പാവം ഇപ്പം ഇത് ലൈവിലിരിക്കുന്നതുകൊണ്ട് ആണ് കൊണ്ടുവരാത്തത്. അവൻ ജീവൻ കളരി ശാസ്താംകോട്ട ഒരു ഹായ് പറയുന്നു. പാട്ടെങ്ങനെ അയക്കുന്നല്ലേ? പാട്ട് ശശി പൂക്കോടം ശശി പാട്ട് എങ്ങനെ അയക്കുമെന്ന പാട്ട് തങ്കച്ചൻ എതിരെ ന്യൂ സോങ് നടിച്ചാലും കിട്ടും. 1 2 3 ഒറിജിനൽ മ്യൂസിക് നടിച്ചാലും കിട്ടും. 1 2 3 നടിച്ചാലും കിട്ടും. അവരെ ആദ്യം കിടക്കുന്ന എൻ്റെ പാട്ടാണ്. നവജീവൻ ജീവൻ എനിക്കിഷ്ടപ്പെട്ട പാട്ടുണ്ട്. പാട്ട് കണ്ടാൽ ഉള്ള കോമ്പോ ഉണ്ടായിരുന്നില്ല. മറക്കാൻ പറ്റില്ല, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഓർമ്മ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അനു പച്ച അണ്ണ താങ്ക് യു. ഹായ് പൊളിച്ചു. നമ്മുടെയൊക്കെ പ്രകടനങ്ങളും എപ്പിസോഡും നമ്മളൊക്കെ പ്രോഗ്രാംസൊക്കെ കണ്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിച്ചത് ഇതുവരെ. ഇപ്പം ഈ ലൈവിലിരിക്കുന്ന കസേര വരെ ഇപ്പം നമ്മളിടയ്ക്ക് ആൽബം, അത് നിങ്ങൾ തന്ന സപ്പോർട്ട് തന്നെയാണ്. ആ സപ്പോർട്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അനിവാര്യമാണ്, നിങ്ങളുടെ സ്നേഹം അനിവാര്യമാണ്. അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബം കടപ്പെട്ടിരിക്കുന്നു. മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടെ വന്നു. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ
മണിച്ചേട്ടൻ്റെ പാട്ട് അത് നമ്മളൊരു പ്രോഗ്രാം എൻ്റെ ഒരു തുടക്കം, ആ ഒരു പാട്ട് പാടുമ്പോൾ ഓഡിയൻസിൽ നിന്ന് കൈയടി, ഓഡിയൻസിൽ നിന്ന് കിട്ടുന്നൊരു കയ്യടി, ആ ഒരു കലാകാരന് ആ പരിപാടി, ഒരു 2.5-3 മണിക്കൂറുള്ളൊരു പരിപാടി തുടക്കത്തിലാണ് ഈ പാട്ട് ഒന്ന് പാടുന്നത്. തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ പാട്ട് മിക്ക കലാകാരന്മാർ, ഞാനും വന്ന് പാടുന്നു. പിന്നെ ഒരു 2-3 മണിക്കൂർ നിൽക്കുന്ന ആ ഒരു പ്രോഗ്രാം എങ്ങനെ പോകണമെന്ന് പറയാൻ, ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു എനർജി, അതൊരു പവറാണ്. അത് കിട്ടുമ്പോൾ ആ കയ്യടിയിലാണ് പിന്നെ നമ്മുടെ പ്രോഗ്രാംസ് കംപ്ലീറ്റ് കയറി പോകുന്നത്. അത് ആ പാട്ട് പിടിച്ചിട്ട് ഓർക്കാതിരിക്കാൻ പറ്റില്ല, ഓർത്തേ പറ്റും. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതാണ് എനിക്ക്, ഇത് തിരിച്ചാണ് കാണുന്നത്. അപ്പം കാണാൻ പറ്റുന്നില്ലേ, നിനക്കെന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇന്നലെ വേണ്ടെന്നുള്ള പേരാണിത്. ഇത് കാണാൻ പറ്റുന്നില്ലേ, ഇത് അവരുടെ 1, 2, 3 തന്നെ കോസ്റ്റ്യൂമാണത്. ഇത് ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഇനി ഒരു 10-25 ടീഷർട്ടോളം വരുന്നുണ്ട്, അത് സ്പോൺസർ ചെയ്തേക്കുന്നത്. ഇതിൽ ഒരു ഏറ്റവും ഇതിൻ്റെ റീല് ചെയ്യുന്നവർക്ക്, നമ്മുടെ പാട്ടിൻ്റെ പ്രശസ്തമായിട്ടുള്ള വരികളെടുത്ത് റീല് ചെയ്യുന്നവർക്കുള്ള ഒരു പിന്നെ പ്രൈസൊക്കെ ഉണ്ട്. ഏറ്റവും നല്ല റീലിനുള്ള പ്രൈസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല റീലിനുള്ള പിള്ളേർക്കും ഒക്കെ നല്ല ഒരു പ്രൈസ് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല റീല് അതിൻ്റെ അത് ഞാൻ വഴിയെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കും. ഇതുപോലെയുള്ള ബനിയൻ ഉണ്ടാക്കിയിടണേ ബിജു മോൻ ഉണ്ടാക്കിയിടണം കേട്ടോ, ഉണ്ടാക്കിയിടണം. ഞങ്ങൾ ഒരു 10-25 ഇത് വരുന്നുണ്ട്, ടീഷർട്ട് വരുന്നുണ്ട്. അപ്പോൾ അഡ്രസ്സ് കഴിഞ്ഞ് തന്നു കഴിഞ്ഞാൽ അയച്ചു തരാം. പിന്നെ ഏറ്റവും നല്ല റീലിനുള്ള ഇത്, ഏറ്റവും നല്ല റീലിനുള്ള പ്രൈസ് ഓക്കെ. ചായ ഇനി ഇവർക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. പേരെന്താണ്? എന്നെ മാത്രം ചോദിച്ചവര് അവരൊന്നും ചോദിച്ചു ഇരിക്കും, എങ്ങോട്ടിരിക്കും, അല്ല ഈ കസേരയിലോട്ടിരിക്കും. ഇല്ല, കാണാൻ പറ്റുന്നില്ല. ഞാൻ ലൈവിൽ കൂടെയാണ് കണ്ടത്. അമ്മ ചായ രാവിലെ ഇട്ട് വെച്ചിരുന്നു. അപ്പം തങ്കച്ചൻ ഫോൺ വഴി എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, അടുത്ത സംസാരിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് എന്നെ ഒന്ന് വിളിച്ചത്. ഞാൻ നോക്കിയപ്പോ ലൈവിൽ കൂടെ ചായ കിട്ടിയില്ല എന്ന് പറഞ്ഞു. ചായ മേടിച്ചില്ല. അത് ഇവിടെ ഇരുന്നിട്ട് അതിന്റെ ഞാൻ ഇവിടെ ഇരുന്നോ? അല്ല, ഇത് ഒരു മണി കൂടെ കാണാത്ത രീതിയിൽ വെച്ച് അല്ല ഞാൻ മാത്രം ഇരുന്ന് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇനി അത് എന്നെ എപ്പോഴും കാണുന്നില്ലേ. എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ആട്ടുകുട്ടിയുടെ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ രണ്ടുപേരും കണ്ടില്ല, നിങ്ങളെ കാണുന്നത് അതെന്താ അവരെന്താ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ പിടിക്കാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മളെ ആൽബത്തിനെ കുറിച്ച് ഇനി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ച ആണ്. ഇനി അങ്ങോട്ട് ഇത് കഴിഞ്ഞാലും നോർമലി റീൽസ് കണ്ടാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. യൂട്യൂബിലോട്ട് ആരും പോകുന്നില്ല, അതായത് കുറവാണ്. എങ്കിലും ഫുൾ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർ യൂട്യൂബിൽ പോയിട്ട് നിനക്കെന്നെ ഇന്ന് വേണ്ടെങ്കിൽ എന്ന് സെർച്ച് ചെയ്താലും, തങ്കച്ചൻ വിതുര സെർച്ച് ചെയ്താലും, തങ്കച്ചൻ വിതുര ന്യൂ സോങ്സ് എന്ന് സെർച്ച് ചെയ്താലും സോങ് അവൈലബിൾ ആണ്. പിന്നെ അത് റിലീസ് ചെയ്തിട്ടുള്ളത് 1, 2, 3 എന്ന മ്യൂസിക് ചാനലാണ്. അവരുടെ മ്യൂസിക് ചാനലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ തങ്കച്ചന്റെ പാട്ടും കാണാം, അവരുടെ എല്ലാ പാട്ടും അതിനകത്തുണ്ട്. ആൽബംസും അതിനകത്ത് അവൈലബിൾ ആണ്. അമൽ താജ് ചോദിക്കും, നമ്മുടെ മണിച്ചേട്ടനെല്ലാം ചോദിക്കും. അമൽ വന്നിട്ട് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പൊ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അമൽ, അനസ്, അപ്പൊ അവര് കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ആണ് എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ വന്ന് ഞങ്ങളെ സഹായിക്കുന്നതാണ്. മണി, ഞാൻ ഇന്നലെ ഇന്ത്യാസ് ഒരു അവരുടെ റീൽസ് ഇട്ടിട്ട്, ഇന്ത്യാസ് കൊറിയോഗ്രാഫറാണ് നമ്മുടെ സോങ്ങിന്റെ. പുള്ളിയാണ് ഒരു ഫിംഗർ വെച്ചിട്ട് ഒരു സോങ് ചെയ്തിട്ട് നമ്മുടെ നാദർഷിക്ക ഡയറക്ട് ചെയ്ത പടത്തിന്റെ വൺസ് അപ്പോൺ ടൈം ഇൻ കൊച്ചി അതിന് അത്യാവശ്യം അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗിന്നസിൽ എന്തോ ഇതും ഉണ്ടായിരുന്നു. പുള്ളി അത്യാവശ്യം ഒരുപാട് പടങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. തങ്കച്ചന്റെ സുഹൃത്താണ്. അപ്പൊ എല്ലാവരും തങ്കച്ചന്റെ ഫ്രണ്ട്സ് ആണ്. അത് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം എല്ലാവരും ഒരു തങ്കച്ചനെ വെച്ച് പാട്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇതിനകത്ത് വന്ന് എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നത്. നമ്മളെ ആട്ടുകുട്ടിയുടെ വീഡിയോ, അപ്പോൾ ആട്ടുകുട്ടിയുടെ വീഡിയോയ്ക്കും ഇതുപോലെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചോദിച്ചാൽ ആരാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അതൊരു നല്ലൊരു കന്നഡ, ഒരു തെലുങ്ക് സ്റ്റൈലിലേക്കാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ പുറത്ത് ഇറങ്ങുന്ന സമയത്ത്, ഇന്നലെ ഞാൻ വെളിയിലൊക്കെ ഇറങ്ങിയ സമയത്ത് നേരിട്ട് ചോദിക്കുന്നത് വീഡിയോയ്ക്ക്, ഓഡിയോയ്ക്ക് അഭിപ്രായമുണ്ട്, വീഡിയോയ്ക്കും അഭിപ്രായമുണ്ട്. അപ്പോൾ ഓഡിയോക്കാരനെ ഞാൻ പിടിച്ചോളാം, വീഡിയോയ്ക്ക് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ്. നല്ല കളർഫുള്ളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. വീഡിയോ എറണാകുളത്താണ് ഷൂട്ട് ചെയ്തത്. പീക്കോ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ ആണ്. സംഗീതം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. പുള്ളി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നൂറാണ് അസോസിയേറ്റ് ഉള്ളത്. നൂറാണ് ക്യാമറ ചെയ്യാൻ വേണ്ടി നിന്നത്. പിന്നെ ഇതിന്റെ കോർഡിനേഷൻ എല്ലാം ചെയ്തത് നൂറാണ്. അപ്പോൾ നൂറ് വളരെ തിരക്കിലായതുകൊണ്ട് പുള്ളി, അതായത് ഒരു 3 ക്യാമറയാണ് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അതൊരു ക്യാമറ നൂറ് ചെയ്തിട്ടുണ്ട്. പിന്നെ സംഗീതമാണ് മെയിനായിട്ട് ചെയ്തത്. ഇന്ത്യാസ് ആണ് കൊറിയോ ചെയ്തത്. ലാൽ മുട്ടത്തറ വലിയ തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പൊ ഞങ്ങൾ വിളിക്കുന്നത് അറിയാം, ലാൽ മുട്ടക്കറി എന്നാണ്. ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വിഷ്ണു ലോകം സിനിമയുടെ, നന്നായിട്ടുണ്ടായിരുന്നു ലാൽ, അടിപൊളി. ലാലൊക്കെ എന്റെ സുഹൃത്താണ്. അത് നമ്മളെ 10th ഒരുമിച്ച് പഠിച്ചാണ്. ഞങ്ങൾ ചെറിയൊരു മിമിക്സ് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, കലാകാരനൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ലാല്, എന്റെ ഒരു കുഞ്ഞമ്മയുടെ മോനുണ്ട് രാജേഷ് എന്ന് പറഞ്ഞു. അതെ ശരി. ലാലിപ്പം വളരെ തിരക്കാണ്. ലാലിപ്പം ടീച്ചർ അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്. ലാലേട്ടന്റെ ഫിഗറായിട്ടൊക്കെ വരും. ലാല് കിടുവാണ്. ലാലിനെ അറിഞ്ഞാണ് പണ്ട് ലാലിന്റെ പേര് ലാൽ മുട്ടക്കറി. തങ്കച്ചേട്ടാ, ഒരു പരിപാടിയും ഇല്ലേ എന്തെങ്കിലും റിയാലിറ്റി ഷോയിലോ? തങ്കച്ചേട്ടൻ ഇപ്പം അമൃത ടിവിയില് റിയാലിറ്റി ഷോയില് ജഡ്ജാണ്. പ്രൊമോഷൻ കിട്ടി. ഗ്രൗണ്ടില് കളിക്കണം. ഷോ ഏതാണ്, പേര് ഏതാണ്? അത് കോമഡി മാസ്റ്റേഴ്സ്. അതായത് മക്കൾക്ക് പിന്നെ ഗ്രൗണ്ടിലും കളിക്കാം, എന്ത് വേണം ചെയ്യാം. അത് മക്കൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക്. അല്ല, തങ്കച്ചന്റെ മോളിൽ നിന്ന് ജഡ്ജ് അറിയണേക്കാളും നല്ലത് ഗ്രൗണ്ടിൽ ഇറങ്ങി. അല്ല, നമുക്ക് എന്തും സ്വീകാര്യം, പ്രേക്ഷകരെ നമുക്ക് ഒരു എന്റർടൈൻമെന്റ് എത്തിക്കാന്നാണ് അല്ല ഏതിനും നമ്മൾ അനിവാര്യമാണ്. എങ്ങനെ ഇതെല്ലാം നരസിംഹത്തിലെ എന്താ ഫ്യൂച്ചർ പ്ലാൻ? അണ്ണാ ജസ്റ്റ് ഞാൻ പറഞ്ഞോട്ടോ വിചാരിച്ചത്. എടാ, ഞാൻ ഇതിൽ ആരാണ് നിങ്ങള് നത്ത് ഗോപാല അതില് അതിൽ ഈ ഞാനും ഫാമിലിയും സ്റ്റാർ മാജിക് ഫാൻസ് ആയിരുന്നു. അത് പിന്നെ അത് നിർത്തണ്ട, സ്റ്റാർ മാജിക് ഫാൻസ് നിർത്തണ്ട. അത് എല്ലാവരും എന്താ പറയുക, സ്റ്റാർ മാജിക്കിൻ്റെ ഭൂരിഭാഗം ആൾക്കാരും അതിൻ്റെ ഒരു ഫാനായിരുന്നു. അങ്ങനെ നിൽക്കട്ടെ. തങ്കു ആൽബം അടിപൊളി. താങ്ക് യു അനിൽകുമാർ അളിയ. വേറൊരു സോങ് കൊണ്ടുണ്ട്, ഒരു പാട്ടും കൂടെ തങ്കച്ചൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് കേറിപ്പോയിട്ട് അത് അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതാണ് പ്ലാൻ. രണ്ട് പാട്ടുകൾ ഇനിയും വരാനൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഈ പിന്നെ തരുന്ന സപ്പോർട്ട് എനർജി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാണുകയും ഷെയർ ചെയ്യുകയും അതിൻ്റെ അഭിപ്രായങ്ങൾ പറയും. ഇപ്പോൾ നമ്മളൊരു ആൽബം ഇറക്കിയിട്ട് എന്നാൽ കണ്ടോ, ഞങ്ങൾ ഒരെണ്ണം ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞു പോകും. പിന്നെ അല്ല അതല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം നല്ല രസമുണ്ട്, കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കില്ല. അല്ല, നമ്മളൊരെണ്ണം ഇറക്കിയിട്ട്
അത് നിങ്ങൾ കണ്ടോന്ന് പറഞ്ഞിട്ട് പോകാതെ അത് കാണുക, കണ്ടതിന് ഒരു നന്ദി പറയുക, അതൊരു സന്തോഷം പങ്കുവയ്ക്കുക ഒക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾ നമ്മളെ കാണാൻ വേണ്ടിയല്ലേ രാവിലെ റീൽസ് ഒക്കെ ചെയ്ത് കയറാൻ നേരത്തെ ആൽബം എല്ലാവരുടെ കയ്യിലും എത്തുള്ളൂ, പഴയതുപോലെ അല്ല. അത് വരും, ഉടനെ വരും. റീൽസിൻ്റെ ഇത് വീഡിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തങ്കച്ചന്റെ പേജ് കയറിയാൽ തന്നെ അതിന്റെ ഓഡിയോ, അതായത് റീൽസ് തങ്കച്ചൻ തന്നെ ചെയ്ത നമ്മുടെ പാട്ടിന്റെ കുറച്ച് ക്ലിപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പൊ അത് അതിൽ നിന്ന് തന്നെ അതിന്റെ ഓഡിയോ എടുത്തിട്ട് റിപ്പീറ്റേഷൻ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനേ ഏറ്റവും നല്ല റീലിനുള്ള ഒരു സമ്മാനം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്ത് കൊടുക്കുമെന്നുള്ള അതാണ് നിങ്ങളെ ആകെ 5 സെന്റ് സ്ഥലമുള്ള എൻ്റെ പ്രമാണവും ചോദിച്ചു പറയില്ലേ. എന്തെങ്കിലും ഒരു സമ്മാനം ഉണ്ടാകും ഏറ്റവും നല്ല റീൽ ചെയ്യുന്നവർക്ക്. സമ്മാനം അവര് തന്നെ ചോദിക്കും. ഇനി പൂഴിനാട് വരുന്നത് നമുക്ക് ആ പഴയ ടീം എല്ലാം ഒന്ന് കാണണ്ടേ. നസീം പൂഴിനാട്, നസീമിൻ്റെ വീട്ടിലാണ്. അതായത് നമ്മുടെ പൂഴിനാട് സമസ്യ എന്ന് പറയുന്ന ട്രൂപ്പിൽ, സമസ്യ എന്ന ട്രൂപ്പിലായിരുന്നു നമ്മുടെ തുടക്കം. അവിടെ നിന്ന് ഉള്ള ഒരു പടർന്നുള്ള പന്തലിപ്പിൻ്റെ തുടക്കം അവിടെയായിരുന്നു. നസീറിൻ്റെ വാപ്പ ഞങ്ങളെയൊക്കെ എന്താ പറയുക, നിങ്ങളുടെ മാമൻ അദ്ദേഹം മരിച്ചു ഈ ഇടയ്ക്ക്, കുറച്ച് 5-6 മാസമാവും മരിച്ചിട്ട്. ആ വീട്ടിലായിരുന്നു ഞങ്ങൾ, ആഹാരവും കിടക്കയും എല്ലാം അവിടെ തന്നെയായിരുന്നു. അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനാണ്. അവിടെ ഉമ്മ, നസീമിൻ്റെ സഹോദരനുണ്ട്, അസീമുണ്ട്, എല്ലാം നല്ല എന്താ പറയുക. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു സമയത്ത് എപ്പോഴും ആ പൂഴിനാട്ട് തന്നെയായിരുന്നു ഞങ്ങൾ. കുറേ ആർട്ടിസ്റ്റുകളൊക്കെ അതിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവൻ ചോദിച്ചിരിക്കുന്നു പൂഴിനാട്ടിൽ നിന്നൊക്കെ ഒരു കൂടുണ്ടായിരുന്നു. കൂടാം ഈ അവസരത്തിൽ ഞാൻ വാപ്പയെ ഓർക്കുന്നു കേട്ടോ. അവസരത്തിൽ ഉമ്മയും അന്വേഷിച്ചെന്ന് പറയണം. ഓക്കെ. കരയാതെ കണ്ണുറങ്ങൂ ഒന്ന് പാടാമോ? മഴവിൽ കോടിയാല് പാവാടയിട തിങ്കൾ കൊതുമ്പുമായി വരും. ഇത് കഴിയുമ്പോഴേ എനിക്ക് ഉഗ്ര കമൻറ്റ് കിട്ടും. എടാ വരി അറിഞ്ഞുവിടല്ലേ. എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പാട്ടിൽ തുടങ്ങും, അവസാനം ഈ താനാന നാന ലാല. ഇപ്പം ചെയ്ത പാട്ട് പഠിച്ചു, നിനക്ക് എന്നെ ഇന്ന് എന്തെങ്കിലും പാട്ട് പഠിച്ചില്ല. അത് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. അത് പാടണമായിരുന്നു. അല്ല, അത് ചോദിക്കുന്നുണ്ട്. അതെ, അതിൻ്റെ ഒരു ട്രാക്ക്. പിന്നെ എന്റെ സുന്ദരി പെണ്ണെ എന്നെ തേച്ചിട്ട് പോയ കണ്ണേ എന്നെ നീ കണ്ട കുണു 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 കുണു. അത് ഞാൻ ഈ തക്കടി തിരിക്കണത് ഇങ്ങനൊരു സാധനം ഇത് നമ്മുടെ ഇതിൽ പറഞ്ഞായിരുന്നു. ഏതിൽ നമ്മുടെ പിന്നെ സ്കിറ്റിൻ്റെ ഇടയിൽ അതെല്ലാവർക്കും അറിയാം ഇടയ്ക്ക് സ്കിറ്റിൽ. അപ്പോൾ ആ ഒരു സാധനം എൻ്റെ കിടപ്പുണ്ട്. അപ്പോൾ എമില് പറഞ്ഞ് നമുക്ക് ഇങ്ങനൊരു സാധനം ആക്കിയല്ലേ, ഇങ്ങനൊരു സാധനം ആക്കിയാലോ അറിയാം. അപ്പോൾ നോക്കിയപ്പോൾ പാട്ടിറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ തുടരും സിനിമയിൽ ലാലേട്ടനും ജോന ചേച്ചി അത് പറയുന്നുണ്ട്. കുണുകുണു അയാൾക്ക് വണ്ടിയിട്ട് അതെ. അപ്പം ഞാൻ നമ്മുടെ ആൽബത്തിൽ അത് ഇട്ടിട്ടുണ്ട്. അത് കറക്റ്റ് ആ സിനിമയിൽ അതല്ലേ സച്ചിൻ ടെണ്ടുൽക്കർ അത് അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് ഇത് ഉണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ. അയ്യോ അത് ഇനി കേൾക്കാൻ ഇനി ആരുമില്ല. ഇനി കേൾക്കാൻ ഇനി അല്ല, ഇനി സിക്കിം ഗവർണറും കൂടെ ഒളിഞ്ഞ് അത് കേൾക്കാൻ. ബാക്കി എല്ലാവരും അത് എന്റെ ദൈവമേ അത് മലയാളിയാണ്. എന്റെ അയ്യോ, ഞാൻ ഈ സ്കിറ്റിന്റെ ഇടയിൽ പറയൂ, അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സിനിമയില് പിന്നെ ജഗദീഷ് സാറും ഹരിവൊക്കെ കൂടെ കാക്കക്കുയിലാണ്, നിനക്ക് കള്ളം പറയാൻ വേറെ ഒരു പേരും കിട്ടിയില്ല എന്ന് പറയുമ്പോഴേ അത് ആ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിലൊക്കെ വരുന്നതിന് മുമ്പ്
ആ ചാനലിൽ വരുന്ന ലൈവ് സ്റ്റേജ് ഷോയിൽ പറയുമ്പോൾ ഒരു സ്കിറ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്നു ഈ കഥ. സനൽകുമാർ അളിയ വിളിക്കുന്നുണ്ട്. ആ അനു അന്തവിടെ തങ്കച്ചേട്ടൻ പാട്ടവിടെ പാട്ട് ചോദിക്കുന്നല്ലേ, എന്നെ തേച്ചിട്ട് പോണത് കണ്ട കുണുകുണുകുണതാ. ഓക്കെ, അങ്ങനെ കണ്ണിന്റെ കണ്ണായി നിന്നെ നിന്റെ പിന്നായി നിന്നെ താരാട്ടും പാടി പാടി ഹൃദയത്തിൻ ചെപ്പിൽ വച്ച് തിരിഞ്ഞൊന്നും നോക്കാതെ നീ ദൂരേക്കു പോയൊരു നാടിൽ ഒരു കാര്യം കാതിൽ ചൊല്ലാൻ ഞാൻ. നിനക്കെന്നെ ഇന്നു വേണ്ടെങ്കിൽ എനിക്കു നിന്നെ ഇന്നലെ വേണ്ട. പോടാ എനിക്ക് പോടാ വരും, എനിക്ക് പോടാ വരും. അല്ല ഇത് തേപ്പുട്ടിയർക്ക് തേപ്പുട്ടിയര് ഒന്ന് പാടും. തേപ്പില്ലാതെന്താ? തേപ്പില്ലേ? ഇല്ലേ? നമ്മളങ്ങനെ ഒരു പെൺപിള്ളേരെ ആക്ഷേപിക്കാൻ പറ്റില്ല. തേപ്പ് അങ്ങോട്ട് ഇല്ലാത്ത ആൾക്കാരില്ലേ. നമ്മളതിന്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെല്ലാം അതിനടിച്ചാണ് കല്യാണം കഴിച്ചത്. തേച്ചില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചില്ല. പ്ലസ് 1 സ്റ്റാർട്ട് ചെയ്ത് നിന്നെ തേച്ചില്ല. ഒരു അണ്ണ പറഞ്ഞ ഞാനും അവളായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അവസാനം അവളെന്നെ ചതിച്ച്. ചോദിച്ചപ്പോൾ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞ ഞാൻ വിളിച്ചോണ്ടേ ഇറങ്ങി വന്നെന്ന് എന്നതുപോലെ. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് തങ്കച്ചേട്ടന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത അതെ 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 അല്ല, അതിന് കുറെ കമന്റുകൾ ഞാൻ പറഞ്ഞു. ഓക്കെ, മണിയുടെ ഒരു വിശേഷം കൂടെ ഒന്ന് പറ. ഫാമിലി അങ്ങനെയുള്ള ഇതൊക്കെ. ഫാമിലി, വൈഫിന്റെ പേര് രേവതി, ഡിഫൻസിലാണ്, ഇപ്പം ബാംഗ്ലൂരാണ്. 2 മക്കളുണ്ട്. ഒരു മോൾ അലജ, മോൻ ഋത്തിക്ക്. മോൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്, മോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് കേവിലാണ് പഠിക്കുന്നത്. ഇവിടെ അമ്മയും അച്ഛനുമാണ് കൂടെ ഉള്ളത്. ഇതാണ് എൻ്റെ ചെറിയ. ഓക്കെ, അപ്പൊ എൻ്റെ നെഞ്ചിലെ കല്ലറങ്ങി. 2 വളർന്ന മക്കളുണ്ട്. മോള് പ്ലസ് 1 പഠിക്കുന്നത്. എന്റെ നെഞ്ചിലെ കല്ലറങ്ങി. മോ വന്നിട്ട് 3rd സ്റ്റാൻഡേർഡ്. നീ അങ്ങനെ അങ്ങ് ചോദിക്കണ്ട. ഒരു ഈ ഞാൻ തന്നെ ഇങ്ങനെ സത്യം ഞാനിങ്ങനെ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ ഇപ്പൊ അതെ അല്ല, ഞാൻ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാലേ അപ്പൊ ഇതും കൂടെ വന്നപ്പോഴേ ഒരു ചെറിയൊരു മൂടായി. അപ്പൊ ലൈവിലൊരു ചെറിയൊരു മൂടായി. ലൈവിലൊരു ചെറിയൊരു മൂടായി. അളിയാ സന്തോഷം സന്തോഷം ഹായ് തന്നു. ജയമാർട്ടിന് ആനാട് നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നമ്മളെ റിലേറ്റീവാണ്. ജയമാർട്ടിൻ ആർട്ടിസ്റ്റാണ്. കണ്ടിട്ട് നല്ല ഉഗ്ര ആർട്ടിസ്റ്റാണ്. സിംഗറും ആൾറൗണ്ട് ആർട്ടിസ്റ്റാണ് ജയമാർട്ടിൻ. ജയ ഹായ്. സുനിൽ ഹായ്. അടുത്ത ഇത് പറ. ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലൈവ് ഒരു 9 മണിക്ക് ശേഷം ആക്കാൻ പറയാം. കാരണം നമ്മള് എണീക്കാൻ നേരത്തെ തന്നെ 9 മണിയാവും. രാവിലെ 7:30 വന്നിട്ട് നമുക്ക് 8 മണിക്കാണ് ലൈവ്. വേറൊരു കാര്യമുണ്ട് മണി, രാവിലെ 6 മണിക്ക് എണീക്കുന്നവരുണ്ട്. രാവിലെ 6 മണിക്ക് എണീക്കുന്നവരുണ്ട്, 7 മണിക്ക് എണീക്കുന്നവരുണ്ട്. അത് അതൊക്കെ കൃത്യനിഷ്ഠയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ല 8 മണിയെന്ന് അറിയാമോ? 8 മണി കണ്ണു തുറന്നാൽ ഞായറാഴ്ച ഫോണിലാണല്ലോ. ചിലവര് രാവിലെ എണീറ്റിട്ട് രാവിലെ. അല്ല ഞാനത് പറഞ്ഞു, ചിലർ എണീറ്റിരിക്കുന്നവരുണ്ട്, വെട്ടി തന്നെ കിടന്ന് കാണുന്നവരുണ്ട്, എണീറ്റ് വന്ന് വെളിയിൽ വന്നിരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ കാണുന്നവരുണ്ട്. അങ്ങനെ 2-3 ടൈപ്പ് ഉണ്ട്. പക്ഷെ 8 മണി ഉണരുന്നൊരു സമയമാണ്. പിന്നെ രാത്രി ഒക്കെ പിന്നെ നാട് കറങ്ങിയിട്ട് വന്നിട്ട് കിടന്നുറങ്ങുന്ന ചിലപ്പോൾ 12 മണിക്ക് എണീക്കുള്ളൂ. അത് മ്യൂസിക് ഡയറക്ടറിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു 12:30-1 മണിയാകുമ്പോഴേ എണീക്കുള്ളൂ. അത് നൈറ്റ് ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. 6 മണിക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം വേണമെന്ന് വെച്ചാൽ രാത്രി അന്നേരത്തെ ആരും വിളിക്കുന്നില്ല. ലേറ്റ് നൈറ്റ് പോകും. 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന്. അവൻ്റെ അടുത്ത് പറഞ്ഞെന്നറിയാം,
അവൻ പകല് കണ്ടിട്ട് വർഷം 5 എന്നാണ് പറഞ്ഞത്. പകല് കണ്ടിട്ട്. കാരണം രാത്രി പാതിരാത്രി കിടക്കുന്നു, എഴിക്കുന്നത് 7 മണിക്കാണ് വൈകുന്നേരത്ത്. പകൽ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. പകൽ അവൻ അറിയില്ല. അവരും കൂടെ ഒന്ന് തൂക്കുകളുണ്ട്. അത് ഞങ്ങള് പിന്നെ ഒരു കുറെ നാൾ കഴിഞ്ഞിട്ട് ലൈവ് ഇടയ്ക്കിടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയില്ലേ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ കയറി ഇടയ്ക്കിടയ്ക്ക് അതും കൂടെ നടക്കണ കേട്ടോ. പോയിട്ട് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി ചെന്ന് കണ്ടിട്ട് അപ്പോഴെന്നെ ഷെയർ ചെയ്ത് വിട്ടേക്കണം എല്ലാം കാട്ടെ. അപ്പം ഞായറാഴ്ച ഇന്ന് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഇരിക്കുന്ന സമയത്ത് ഒരു 3 മിനിറ്റോളം വരും. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ പടത്തിൻ്റെ വർക്ക്, കന്നഡ പടത്തിൻ്റെ വർക്ക് കിടക്കുന്നു. VFX ആണ് കൂടുതൽ മെയിനായിട്ട് ചെയ്യുന്ന VFX ആർട്ടിസ്റ്റ് ആണ്. അപ്പം കന്നഡ മൂവീസാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓഗസ്റ്റ് 14-12 തീയതിയാണ്. അപ്പോൾ അവിടെ അത് പിന്നെ അവിടെ തന്നെയല്ലേ അതിന്റെ നമ്മളിപ്പം കന്നഡ പടം വരുന്നാലും VFX കൂടുതലും ചെയ്യുന്നത് മലയാളികളാണ്. അപ്പം ട്രിവാൻഡ്രത്തും എറണാകുളത്തുമായിട്ടൊക്കെയാണ് അതിന്റെ പല സിനിമകളുടെ പ്രൊഡക്ഷൻ നടന്നു പോകുന്നത്. പല ലാംഗ്വേജ് ആയിരുന്നാലും മലയാളികളാണ് അതിനകത്ത് ടെക്നിക്കൽ സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്നത്. എന്തോ മലയാളികളെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്, കുറച്ച് പെർഫെക്ഷൻ ഉണ്ടെന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെ മിക്കവാറും എല്ലാ പടത്തിനും മിക്കവാറും നടക്കുന്ന പടത്തിന്റെയൊക്കെ വർക്കുകൾ ചെയ്യുന്നത് മലയാളികളാണ് ടെക്നിക്കൽ സൈഡിൽ ചെയ്യുന്നത്. ഒരു സ്വന്തമായിട്ട് ഒരു ഡയറക്ഷൻ എന്റെ കാര്യമാണ് ചെയ്തല്ല എമുലേറ്റ് ചെയ്തിട്ട് അല്ല, അത് നടക്കുന്നുള്ളൂ. അത് സ്റ്റാർട്ട് ആയിട്ടില്ല. അറിയാം. നട് കഷ്ണം നോക്കി എനിക്ക് തന്നെ ഈ മീനൊക്കെ കണ്ടിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അത് കൂട്ടിരിക്കും, പിള്ളേർ എന്ന് കൂട്ടിരിക്കുന്നുണ്ട്. ഈ അല്ലല്ല ബാക്കി പിള്ളേര് നമ്മള് വർക്ക് ചെയ്യുമ്പോൾ അല്ല ബാക്കി പിള്ളേരൊക്കെ കളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അതിന്റെ നടു കണ്ടവും തലയൊക്കെ കിട്ടാൻ വേണ്ടി ഇതൊന്ന് കൂട്ടിരിക്കും അമ്മയുടെ അടുത്ത് നിന്ന്. അപ്പൊ അമ്മയ്ക്ക് അറിയാം ഇത് വന്നിരിക്കുന്നത് നല്ല നാട് കഷ്ണം കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറയും പോലെ ഉള്ളത് നാട് കഷ്ണം നോക്കി തന്നെ എനിക്ക് തരണം, ഇല്ലെങ്കിൽ ഈ പ്രേക്ഷകർ കണ്ട് അറിയില്ല. ആയിരുന്നാലും ഈ ഇപ്പോൾ വരുന്ന വർക്കുകളും അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ എന്നെ പരമാവധിയുള്ള വർക്കിനൊക്കെ അവർ വിളിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചില ഇപ്പോൾ കന്നഡ പടത്തിൽ ഒരു പടത്തിൽ എന്നെ കാസ്റ്റ് ചെയ്തു, പക്ഷേ മലയാളം പോലും എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. പിന്നെ തെലുങ്കിനെക്കാളും നല്ലത് എൻ്റെ വീടിൻ്റെ അവിടുത്തെ കലുങ്കാണ് നല്ലത്. തെലുങ്കിനെക്കാളും അല്ലേ? അപ്പോൾ ഓക്കെ, കമൻറ്റ് റീപ്ലേ കൊടുക്കാം. കരയ കണ്ണൂറൊക്കെ ഞാൻ നേരത്തെ പാടിയേ. നസീമെ സന്തോഷം. സുനിൽകുമാറെ അളിയ സുനിൽകുമാറെ ഹായ്. അനു പന്തവിള എനിക്കറിയാം, പ്രോഗ്രാം ചെയ്തിട്ടുള്ള സ്ഥലമാണ് പന്തവിള. അനു പന്തവിള ഹായ്. പറ്റേ കമൻറ്റുകൾ കമൻറ്റ് ഒന്ന് പാട്ട് കാണാൻ പോയി തന്നെ യൂട്യൂബിൽ പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഒരു ഉണ്ട് അല്ലേ? ഒറ്റയ്ക്ക് രണ്ട് പാട്ടൊക്കെ പാടി സെറ്റ് പോണോ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്? ഈ ഉള്ളവരെല്ലാം ഇവിടെ ഉണ്ട്. കമന്റ് ഒന്ന് സ്ലോ ആയെന്നേ ഉള്ളൂ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. മണി എത്ര ഇപ്പോൾ? 8 മണിക്ക് തുടങ്ങിയ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഞാൻ ലൈവ് പോയിട്ടുള്ളത് ഈ കോവിഡ് സമയത്താണ്. ഏറ്റവും കൂടുതൽ ലൈവ് പോയിട്ടുള്ള എൻ്റെ ഒരു പാട്ട് വരി കേട്ടുന്നുണ്ടെങ്കിൽ അത് എനിക്കേ കിട്ടുള്ളൂ. ഒന്നാമത് കാരണം അന്ന് ആ സമയത്തൊക്കെ ഈ നമ്മളെ ആട്ടുകുട്ടിയൊക്കെ ഇറങ്ങി ടിക്ടോക്കുകളും അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഈ കോവിഡ് വരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലാണ്, പ്രോഗ്രാമൊന്നുമില്ല. അപ്പോൾ ഒരു ചാരിറ്റി സംഘടന അല്ലെങ്കിൽ ഈ ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന അവരെല്ലാവരും ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആ ഗ്രൂപ്പിൽ ലൈവ് വീഡിയോസ് അങ്ങനെ ഏറ്റവും കൂടുതൽ പിന്നെ ലൈവ് വന്നിട്ടുള്ള. അപ്പോൾ ഈ ചില ലൈവിലിരിക്കുമ്പോൾ 2-2.5 മണിക്കൂർ ലൈവ് ഇരുന്നിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. ചിലത് നമുക്കെന്തെന്നറിയാമോ, ചില 1-2 കമൻറ്റോ അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവും. ഒരു ദിവസം 4 ലൈവിൽ വരെ വന്നിട്ടുണ്ട്. 4 ഗ്രൂപ്പ് 4 ലൈവിൽ വരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊപ്പം അവർ സമയം ചിലവഴിച്ചിരിക്കുന്നു. അതിനാണ്
നമുക്ക് അധികം സന്തോഷം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര സമയം വരെ ഇരുന്നാലും നമുക്ക് വിഷയമില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്കത് വിഷയമുണ്ട്. രാവിലെ എണീറ്റ് ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം മണികണ്ഠനും ഞങ്ങളും കൂടെ ആയിട്ട് പയ്യെ അങ്ങോട്ട് പോകുന്നു. ഇനി ബാക്കിയുള്ള ക്രൂവായിട്ടൊക്കെ വന്നിട്ട് ബാക്കിയുള്ള എല്ലാ ക്രൂവായിട്ട് ഞങ്ങൾ ഒരു ലൈവ് വീഡിയോ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്ത് ഇവർ തന്നെ ചെയ്യുന്നു. ഇവർ തന്നെ ഡയറക്റ്റ് മ്യൂസിക്കൊക്കെ ചെയ്യുക. ആൽബത്തിൻ്റെ മണിപ്പുരയിലാണ്. അത് ഉടനെ വരുന്നുണ്ട്. പിന്നെ മണികണ്ഠൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ അതില്ല. മണികണ്ഠന് പൂർണ്ണ സപ്പോർട്ട്. പിന്നെ എന്നോടൊപ്പം ഈ ലൈവിൽ വന്നിരിക്കുകയും ഒക്കെ ചെയ്ത പിന്നെ സന്തോഷമുണ്ട്. ഞാൻ ഉറക്കം ഇതൊക്കെ 12 1 മണിക്കൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ വന്ന് വിളിച്ചുണർത്തി ഇവിടെ കൊണ്ട് വന്ന് ഇരുത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇതൊക്കെ നോക്കുന്ന നമ്മുടെ ഗ്രൂപ്പിൽ അതായത് പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കറക്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ചെയ്യുന്ന സുനിൽ ചൈത്രം, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ സുനിൽ ചൈത്രം, അദ്ദേഹത്തിന് ഈ അവസരത്തിൽ അദ്ദേഹം കൂടെ ഈ ലൈവിൽ വരേണ്ടതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പം വേറെ സ്ഥലത്താണ്. പരോൾ കിട്ടിയാലേ ഇറങ്ങും. പത്തനംതിട്ടയിൽ നിന്ന് ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടും. സുനിൽ ചൈത്രം, ഹലോ സുനിൽ ചൈത്രം. ഓക്കെ, സുനിൽ ചൈത്രം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പാരി ബാഗ്, ഒരു പാരി ബാഗ് പുള്ളിയുടെ പാരി ബാഗ് അത് എൻ്റെ ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടെന്ന് പാരി ബാഗിൻ്റെ ഓർഡറൊക്കെ എടുത്തിട്ട് ചെയ്യും. ഹോൾസെയിലായിട്ട് ചെയ്യും. അതിൻ്റെ വർക്കൊക്കെ അറിയാം. അതിൻ്റെ ഓഫീസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അത് നോക്കുന്ന കൂട്ടത്തിൽ വന്ന് എനിക്ക് ഉള്ള നിർദ്ദേശവും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ സുനിൽ ചൈത്രത്തിനും ഓക്കെ. സുനിൽ ചൈത്രത്തിൻ്റെ ഈ അവസരത്തിൽ പാരി ബാഗ് അത് മറക്കരുത് കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ വരുന്ന സമയത്ത് ഞാൻ പുള്ളി കൂടെ ഒക്കെ 2 ബാഗൊക്കെ പിടിച്ചിരിക്കുന്ന ഇതുണ്ട്. ഉണ്ട്. അതിന് മേശ എടാ മുതുക്ക സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വർക്കാണ് കേട്ടോ. നല്ല ബാഗ് അടിപൊളിയാണ്, സൂപ്പറാണ്. അതിൻ്റെ ഓഫീസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നമ്പറൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മണി സന്തോഷം. മണി കൂടെ ഈ ലൈവിൽ വന്നതിൽ സന്തോഷം. എനിക്ക് കുറച്ചുകൂടെ ഒരു എനർജിയായി. ഓക്കെ, എന്നാലും ബാക്കി എല്ലാവരെയും കാര്യങ്ങൾ നടക്കട്ടെ. ആൽബം കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരുടെയും പേരിൽ, ക്രൂവിൽ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് സമയം നമ്മളോടൊപ്പം വന്നിരുന്നതിനും സന്തോഷം. ഏതായാലും നിങ്ങൾ ഇത്രയും പേര് വന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് സന്തോഷം. ഇനി ഇറങ്ങാൻ പോകുന്ന ആൽബത്തിനും നിങ്ങളെല്ലാ സപ്പോർട്ടും ഉണ്ടാകുക. നമസ്കാരം.